തേങ്ങയൊന്നും അരക്കാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറീൻ്റെ റെസിപ്പി ആയാലോ. ഇതിന് വേണ്ടിയിട്ട് മോരുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ 1 കപ്പ് തൈര് എടുക്കാം. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് മോര് പോലെ തന്നെ ആയി കിട്ടണം. അതുവരെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി ചെറുതായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 ഉണക്കമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം കളറൊന്നും മാറിപ്പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തൈര് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അധികം തിളക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. മഞ്ഞൾപ്പൊടിയെല്ലാം തൈരിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഈ കളറൊന്ന് മാറി വരണം. വെള്ള കളർ മാറിയിട്ട് ഒരു മഞ്ഞ കളർ ആകുന്നവരെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ കളർ വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്